ശരി. നിലവിൽ 35% വോട്ടുകൾ ന്യൂനപക്ഷത്തിനുള്ള, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തിനുള്ളൊരു മണ്ഡലമാണ് തൃശ്ശൂർ. ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, 35% ചെറിയ കണക്കല്ല. അത് മുസ്ലിങ്ങളുടെ കൂട്ടി എടുത്തു കഴിഞ്ഞാൽ പോലും പകുതിയിലധികവും നിൽക്കുന്നത് ന്യൂനപക്ഷ വോട്ട് ബാങ്കാണ് തൃശ്ശൂർ എന്നുള്ളത്. പക്ഷേ അവിടെ NDAക്ക് വലിയ സ്വാധീനവും പ്രതീക്ഷയും ഒക്കെയുള്ള മണ്ഡലമാണ്. സുരേഷ് ഗോപി എത്തുന്നതോടുകൂടി അത് വലിയ രീതിയിൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 3 പേരും പ്രഗത്ഭരാണ്. അപ്പോൾ ഇനി അതിനകത്ത് സ്ഥാനാർത്ഥി സാധ്യതകളെ ചൊല്ലിയുള്ള ചർച്ച ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു മണ്ഡലമായി നമുക്ക് കാണാൻ കഴിയുമോ? നിലവിൽ TN പ്രതാപൻ, VS സുനിൽകുമാർ, സുരേഷ് ഗോപി, അങ്ങനെ തന്നെയല്ലേ ലിസ്റ്റ് ഏറ്റവും ഒടുവിൽ? തീർച്ചയായും സ്ഥാനാർത്ഥി പട്ടിക അവിടെ അന്തിമമായി കഴിഞ്ഞ മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം. അവിടെ ഈ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള, ക്രൈസ്തവ മേധാവിത്വമുള്ളൊരു മണ്ഡലം എന്ന നിലയിൽ UDFന് അവിടെ ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നേരത്തെ ജെയ്സൺ റിപ്പോർട്ട് ചെയ്ത പോലെ എല്ലാ വിഭാഗം ജനങ്ങളുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ആളാണ് TN പ്രതാപൻ. അദ്ദേഹത്തിന് അത്തരമൊരു മേൽക്കൈ വന്നതിൻ്റെ അടിസ്ഥാനം അതായിരുന്നു. എന്നാൽ VS സുനിൽകുമാർ മത്സരരംഗത്തേക്ക് വരുന്നതോടുകൂടി UDFനും NDAക്കും ഒരുപോലെ ഭീഷണി ഉയർത്താൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് VS സുനിൽകുമാർ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 2016 VS സുനിൽകുമാറിനെ കയ്പമംഗലത്ത് നിന്ന് മാറ്റി തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് നിയോഗിക്കുമ്പോൾ അവിടെ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയിട്ടുണ്ടായിരുന്നു. തൃശ്ശൂരിൽ UDFനെ തറപറ്റിച്ച് സുനിൽകുമാറിന് ജയിക്കാൻ കഴിയുമോ എന്ന സംശയം ഇടതു നേതൃത്വം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ വളരെ ശക്തമായ പോരാട്ടത്തിലൂടെ അവിടെ ഒരു ജയിച്ചു വരാൻ സുനിൽകുമാറിന് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ ഒരു വലിയ മത്സരശേഷി പ്രകടിപ്പിക്കുന്ന നേതാവാണ്. മാത്രമല്ല, തൃശ്ശൂരിലെ പഴയകാല കമ്മ്യൂണിസ്റ്റുകളുമായും പുതിയ യുവ കമ്മ്യൂണിസ്റ്റുകളുമായൊക്കെ തന്നെ ഇടതുപക്ഷ അനുഭാവികളുമായും ഒരു നല്ല കണക്ഷൻ കാത്തുസൂക്ഷിക്കുന്ന ആളാണ്. അവരുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് സുനിൽകുമാറിനെ മറ്റുള്ള സ്ഥാനാർത്ഥികളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. കാനം ജീവിച്ചിരുന്ന ഘട്ടത്തിലാണെങ്കിൽ ഒരുപക്ഷെ സുനിൽകുമാർ അവിടെ തഴയപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴതല്ല ചിത്രം. സുനിൽകുമാർ എന്ന ഒറ്റ പേരിലേക്ക് CPIയും LDFും എല്ലാവരും വരുന്നതിന്റെ കാരണവും അതുതന്നെയാണ്. വ്യക്തമാണ് ശ്രീജിത്ത്.